ചില ദൃശ്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കഥ ദയവായി കുട്ടികളെ കാണിക്കാതിരിക്കുക. ഹൃദയമുറപ്പുള്ള ഭയരഹിതരായവർക്ക് വേണ്ടി മാത്രം ഇതാ ഒരു എപ്പിസോഡ്. അരുത്, ഇത് മതത്തിനു വേണ്ടിയെന്ന് നിങ്ങൾ പറയരുത്. സ്വന്തം ശരീരത്തെ കീറിമുറിച്ച് വിശ്വാസത്തിന്റെ ദൃഢത കാണിക്കാൻ ഇസ്ലാം മതം എന്നാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ഭക്തിയുടെ തീവ്രതയിൽ ആത്മീയ നിർവൃതിക്കായി സ്വന്തം ശരീരങ്ങളെ കീറിമുറിച്ചവർ വിമർശിക്കപ്പെടുകയാണ്. കുത്തറാത്തീബ് നിരോധിക്കണം എന്ന ആവശ്യം മുസ്ലിം സംഘടനകളിൽ നിന്ന് തന്നെ ഉയരുന്നു. അതേസമയം നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് ആഴത്തിൽ കീറിമുറിക്കുന്ന ശരീരങ്ങൾ ഉടനടി എങ്ങനെ മുറി ഉണങ്ങി ഭേദമാകുന്നു എന്ന ചോദ്യം പിന്നെയും ബാക്കിയാവും. മുഖമാകെ തുളഞ്ഞു കയറിയ സൂചികൾ, നെഞ്ചിൽ ആഞ്ഞിറങ്ങിയ കഠാരങ്ങൾ, തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റിയ മുനയുള്ള ആയുധങ്ങൾ, വയറു കീറിപ്പിളർന്ന വാളുകൾ, ദഫിന്റെ താളത്തിൽ തക്ബീറിന്റെ മേളത്തിൽ ഉറഞ്ഞാടിയ കുറെ മനുഷ്യർ, അക്രമോത്സുകമായ ആത്മീയതയുടെ നേർക്കാഴ്ച. കോഴിക്കോട് കൊടുവള്ളിയിൽ നടന്ന കുത്തറാത്തീബ് രാവേറെയാകും വരെയും തുടർന്നു. ആ കാഴ്ച കണ്ടു നിൽക്കാനാകാതെ ഞങ്ങൾ പലപ്പോഴും കണ്ണുപൊത്തി, ചിലപ്പോഴൊക്കെ ഇറങ്ങി ഓടി. പക്ഷേ നടന്നതൊക്കെയും ക്യാമറ പറഞ്ഞു. മൂർച്ചയുള്ള വാളുകൾ വയറ്റിലേക്ക് കുത്തിയിറക്കി വലിക്കുന്ന മനുഷ്യർ, നാവറുത്ത് വെള്ളത്തിലിട്ടും കണ്ണുകൾ കുത്തിയെടുത്തുമൊക്കെ അവർ അട്ടഹസിക്കുന്നത് കണ്ടു നിൽക്കാനാവാതെ ഞങ്ങൾ ക്യാമറ താഴ്ത്തി കണ്ണും പൊത്തി നിന്നു. പക്ഷേ സ്വന്തം ശരീരത്തിനുമേൽ ഇത്രയും പീഡനങ്ങൾ നൽകിയവർ തങ്ങൾ വേദന അറിയുന്നതേയില്ലെന്ന് പറയുന്നു. നമ്മളൊരു ആത്മീയമായ ഒരു ഇതായതുകൊണ്ട് നമുക്ക് ആ സമയമൊന്നും അറിയില്ല. എങ്ങനെ ഈ പെട്ടെന്ന് ഈ മുറിവുകളും ഇതൊക്കെ പൊറുക്കുന്നത് എങ്ങനെയാ? മുറിവുകൾ വേദനയില്ലല്ലോ ആ സമയത്ത്. നമ്മൾ വെട്ടുന്നതോടൊപ്പം നമ്മളെന്തെങ്കിലും ഒരു ലയിച്ച് പോവാ ഈ സംഭവത്തിൽ. കടാറുകൊണ്ട് കുത്തിയാൽ ഞങ്ങൾക്ക് യാതൊരു വേദനയോ മറ്റുള്ള യാതൊന്നും ഉണ്ടാവാനില്ല. താങ്കൾ എന്താ ഇത് ചെയ്യാനുള്ള പ്രചോദനം എന്താ? എന്തിനു വേണ്ടി താങ്കൾ ചെയ്യുന്നത്? ദൈവത്തിന്റെയും പിന്നെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദിന്റെയും ശക്തിയാണ്. അതിന്റെ അനുഗ്രഹം, അവരെ അനുഗ്രഹമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ആയുധമെടുത്ത് എങ്ങനെ ഞങ്ങളുടെ ശരീരത്തിൽ എന്ത് വലിയ മുറിവ് ആക്കിയാലും അത് ഞങ്ങൾക്ക് യാതൊരു ആപത്തുകളോ മറ്റുള്ള യാതൊന്നും ഉണ്ടാവില്ല. തങ്ങൾ അടുത്തുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും ചെയ്യാൻ തയ്യാറെന്ന് സംഘാംഗങ്ങളുടെ അഭിപ്രായം. ഭയമേതുമില്ലാതെ സ്വയം ലയിച്ച് ചെയ്യുന്ന ഒരു കർമ്മമാണ് ഇത്. ഇല്ലാത്തൊരു സമയത്ത് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഉസ്താദിന്റെ അനുമതി കിട്ടുകയാണെങ്കിൽ ചെയ്യും.
അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിലെ ദിക്കറിന്റെ ശക്തിയാണോ അതോ വേറെ എന്തെങ്കിലും? അതെ, എന്താ തോന്നുന്നത്? ദിക്കറിന്റെ കാരണം ഞങ്ങൾക്കതൊരു പിന്നെ ഞങ്ങളുടെ ശരീരത്തിന് വളരെയധികം ഒരു പ്രത്യേകത രൂപപ്പെടുകയാണ്. ഈ മജ്‌ലിസിലാണ്, ബഹുമാനപ്പെട്ട ശേഖന്മാരെ മജ്‌ലിസിലാണ് ഞങ്ങൾ ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ അവരുടെ അനുഗ്രഹവും എൻ്റെ ഈ ബഹുമാനപ്പെട്ട തങ്ങളുടെ അനുഗ്രഹം കൂടിയാണ് ഞങ്ങൾ ഇത്തരം ഇതുകൾ ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ കാണുന്നത് നിറയെ ചോര ഒഴിച്ചിട്ട് ഇങ്ങനെ വയറെ കീറിയ രൂപത്തിൽ. ഇപ്പൊ ആ ഒന്നും കാണാനില്ല, കുറച്ച് സാധനങ്ങൾ മാത്രമുണ്ട്. എങ്ങനെ പെട്ടെന്ന് ചെയ്തത്? എങ്ങനെ? ഇതാണ് ഈ ഇഫാദ് ആത്മീയന്റെ ഈ ഖറാമത്ത് എന്ന് പറയുന്നതാണ്. ഈ ആത്മീയത മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇത് അനുഭവിച്ചറിയാൻ പറ്റും. അല്ലാതെ ആളുകൾക്ക് ഇത് അനുഭവിച്ചറിയാൻ ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നുണ്ടോ? ഒരു സാധാരണക്കാരില്ല. താങ്കൾ ഒരു ഉന്മാദാവസ്ഥ പോലെയായിരുന്നു ഇങ്ങനെ ഈ കടാര വെച്ചിട്ടും വാള് വെച്ചിട്ടും. അപ്പൊ എന്താ തോന്നിയത്? അപ്പോൾ നമ്മളിങ്ങനെ ആത്മീയതയിൽ വെച്ചു പോയതാണ്. ഞങ്ങളെ ഞെട്ടിച്ച ഈ കാഴ്ച ഇവരുടെ വീട്ടുകാർ കണ്ടാൽ എന്തായിരിക്കും പ്രതികരണം? അവർ ഈ കഴിവിൽ അഭിമാനിക്കുകയാണെന്നാണ് ഇവരുടെ വാദം. വീട്ടുകാർ അവർക്ക് കാരണം ഇത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് അവർ അതിനെ ചിത്രീകരിക്കാറ്. താങ്കൾ പുറത്തു പോകുമ്പോൾ ആളുകൾ ഇതിന്റെ പേരിൽ ഇങ്ങനെ പറയാറുണ്ടോ? അന്ന് ഇങ്ങനെ പലവരും നല്ല കേസറ്റുകൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അല്ല, ഈ ദിക്കറിന്റെ ഈ വേദി ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ ബോധമുണ്ടോ? അതോ വേറെ എന്തെങ്കിലും ഒരു? അല്ല, ഞങ്ങൾക്ക് പ്രത്യേക ഒരു ഹാല് വരികയാണ്, പ്രത്യേക ഒരു ആവേശം വരികയാണ് ഇതിന്. ശരീരത്തിൽ എത്ര ആഴത്തിൽ മുറിവുണ്ടായാലും കുഞ്ഞിത്തങ്ങൾ ഒന്ന് തൊട്ടാൽ അത് ഭേദമാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങള് ഞങ്ങളുടെ ശരീരത്തിൽ ആ മുറിവുമേലൊന്ന് കൈവച്ച് കഴിഞ്ഞാൽ ഉടനെ ആ മുറി കൂടലാണ്. അതിന് എത്ര വലിയ ചോര വരുന്നോ, എത്ര വലിയ മുറിവായാലും ശരി, അത് അപ്പോഴത്തെ മുറി കൂടും. തനിക്ക് ഇത്തരം കറാമത്തുകൾ ഉണ്ടെന്ന് സമ്മതിച്ച തങ്ങൾ പ്രവാചക കുടുംബത്തിൽ ജനിച്ചതിന്റെ ആനുകൂല്യമാണ് ഇതെന്നും പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽപ്പെട്ട ഒരു കുടുംബം. അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയൊരംശം തന്നെ ഞങ്ങൾക്ക് ഉണ്ടാവുന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ കൊണ്ടത് എന്നുള്ളത്. അതേസമയം കുത്തറാത്തീബ് ഒരു അനാചാരമാണെന്ന് ശക്തമായ ആരോപണം ഉയരുന്നു. കാലങ്ങൾക്ക് മുമ്പ് തുടച്ചു നീക്കപ്പെട്ട ഒരു വിപത്ത് ഇന്ന് ചുരുക്കം ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നതിന്റെ ഉദാഹരണമായി ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എനിക്ക് വളരെ അത്ഭുതം തോന്നി ഇന്നും സമൂഹം ഇങ്ങനെ ഉണ്ടോന്ന്. കാരണം ഞങ്ങൾ ഈ രംഗത്ത് വളരെ ദശാബ്ദങ്ങളായി വളരെ ശക്തമായി ഇത്തരം ആചാരങ്ങളെ എതിർക്കുന്നവരും അതിനെതിരെ ബോധവൽക്കരണം നടത്തുന്നവരുമാണ്. സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും ഈ ആശയം ഉൾക്കൊണ്ട് നല്ല അത് ഒരു വിഭാഗീയതൊന്നുമില്ല, എല്ലാവരും അതിനെ എതിർക്കുന്ന. അത് ഇങ്ങനെ നടക്കുന്നത് പേരും എനിക്ക് അത്ഭുതമാണ്. ഞാനതാണ് നിങ്ങളോട് ചോദിച്ചത് എവിടെയാണ് നടക്കുന്നത്, നിങ്ങൾ എവിടെ കണ്ടു എന്നൊക്കെ ഞാൻ ചോദിക്കാനുള്ള കാരണമാണ്. ഇങ്ങനെയുള്ള ഒരു പരസ്യമായിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രവാചക പൗത്രന്മാരുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഷിയ മുസ്ലിങ്ങൾക്കിടയിൽ കുത്തറാത്തീവ് പോലെ ഒരു അനുഷ്ഠാനം ഉണ്ട്. എന്നാൽ സുന്നി മുസ്ലിങ്ങളുള്ള കേരളത്തിൽ ഇതെങ്ങനെ വന്നു എന്നതും അതിശയകരം. ഹുസൈൻ എന്ന് പറയുന്ന ഈ പ്രവാചകന്റെ പേരക്കുട്ടി, അലിയുടെ മകൻ പ്രവാചകന്റെ പേരക്കുട്ടിയെ യുദ്ധത്തിൽ കൊന്നിട്ട് തല വെട്ടിയെടുത്ത് കൊണ്ടുപോകുന്നത് ഒരു മുഹറം ദിനത്തിലാണ്. ആ മുഹറം 10 ആ സംഭവത്തോടനുബന്ധിച്ചിട്ടാണ് ആ ഒരു രക്തസാക്ഷിത്വത്തിന്റെ ഒരു ഓർമ്മ പുതുക്കാനായിട്ടാണ് ഈ ഷിയ വിഭാഗക്കാർ സ്വന്തം ശരീരത്തിൽ കുത്തിമുറിവേൽപ്പിച്ചുകൊണ്ട് ചോര ഒലിപ്പിച്ചുകൊണ്ടും ഈ ഘോഷയാത്ര നടന്നത്. മുഹറം ഘോഷയാത്ര എന്നത് ഇന്നും ഇപ്പോഴും വടക്കേ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പിന്നെ ഈ ഇറാൻ, ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളിലുമൊക്കെ ഈ സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള ചോര ഒലിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം അവർ അലമുറയിട്ട് കരയുന്ന ആ സമയത്ത് ഷിയ മുസ്ലിങ്ങൾ ചെയ്യുന്ന രൂപത്തിൽ അത് ഇതൊരു താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ആത്മീയ നിർവൃതിയിൽ അനുഷ്ഠിക്കുന്ന ഒരാചാരമാണ് കുത്തറാത്തീവ് എന്നതിനെയും പലരും എതിർക്കുന്നു. ഇസ്ലാം മതവുമായി ഇതിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നാണ് എതിർക്കുന്നവരുടെ വാദം. എന്തായാലും ഒരു പീഡനത്തിന്റെ അനുഭവങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഭീകരമായി സാധാരണക്കാരനെ, പാവപ്പെട്ടവന്
വിവരമില്ലാത്ത ആളുകളെ, ദുർബല മനസ്സുള്ള ആളുകളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് ചൂഷണം, അതിന്റെ പിന്നിൽ നടക്കുന്ന ചൂഷണമാണ്. അപ്പൊ ഇങ്ങനെ ഒരു പീഡിപ്പിക്കുന്ന സമ്പ്രദായം എവിടെയില്ല. മതകർമ്മങ്ങളിലേ പീഡിപ്പിക്കുന്നതില്ല. സാധിക്കുന്ന കാര്യങ്ങൾ അവരുടെ അനുഷ്ഠാന വിശ്വാസാനുഷ്ഠാന കർമ്മങ്ങളിൽ വരിക. അതിനപ്പുറം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഒരു മനുഷ്യന്റെ കഴിവിൽപ്പെടാത്ത ഒരു കാര്യവും അവരെ നിർബന്ധിക്കുന്നില്ല,